വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 സവാളയാണ്, 4 പച്ചമുളക്, 2 തക്കാളി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ മസാലകൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ഇല. പിന്നെ പൊടികളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുരുമുളക് പൊടി. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 3 ഗ്ലാസ് ബസുമതി റൈസ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ഇനി ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റിവെച്ച പൊടികൾ ചേർത്ത് കൊടുത്താലോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി കിട്ടേണ്ടത് നമ്മൾക്ക്. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ ½ kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ ½ kg എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബിരിയാണി അരി 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം മാറ്റി വയ്ക്കണം. ഓക്കെ, ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അരി ഞാൻ കുതിർത്താനൊന്നും വെച്ചില്ല. നമ്മൾ കഴുകി വെച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വന്ന് ചിക്കൻ കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം മാത്രമാണ് വെച്ചിട്ടുള്ളൂ. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ½ an hour അരി കുതിർത്ത് വെക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സാധാരണ പോലെ കുതിർത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞിരുന്നു 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ വെള്ളത്തിൻ്റെ ആ വീഡിയോ കട്ടായി പോയിട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. പക്ഷേ ഈ അടപ്പിലൊരു ഹോള് കണ്ടോ, ആ ഹോള് നമുക്ക് പറ്റില്ല, കാരണം എയർ മൊത്തം പുറത്ത് പോകും. അതുകൊണ്ട് ഞാനിവിടെ ചെയ്തൊരു ചെറിയൊരു ടിപ്പാണ്, നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ടെടുത്ത് അതിലോട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ എയർ ഒന്നും പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ 50 മിനിറ്റ്സ് മതി, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതേ അടിപൊളിയായിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി കറക്റ്റ്, അരിയൊന്നും ഉടഞ്ഞു പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ മല്ലിയിലയും പുതിനയിലയും ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ. ബൈ.